ഇ.പി. ജയരാജനെതിരെ CPM നേതൃത്വം മുഖം കടുപ്പിക്കുമ്പോൾ ഉള്ളറകളിൽ പുതിയ കളികൾ കുരുങ്ങുകയാണ് ചിലർ. പിണറായിയുടെ അതൃപ്തി ഇ.പി.ക്കെതിരെ വാളാക്കി അതിലൂടെ പിണറായിയെ തന്നെ കൊടുക്കാനാണ് ഇനിയുള്ള പ്ലാൻ. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജനെ പുറത്താക്കി AK ബാലനെ മുന്നണി കൺവീനറാക്കാനുള്ള കരുനീക്കങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്നത്. നീക്കം വിജയിച്ചാൽ പിണറായിയും കുടുംബവും അകത്താകും. തന്റെ മകനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചിത്രം അതീവ രഹസ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ ബിനീഷ് കോടിയേരിയെ ജയിലിലടച്ചതുപോലെയുള്ള ഇ.പി.യുടെ മന്ത്രവാദം പിണറായിക്ക് നേരെയും പ്രയോഗിക്കാം. പിണറായിയും ഗോവിന്ദനും കരുതുന്നത് പോലെ ഇ.പി. ഒരു പൊട്ടനല്ല, അടിച്ചാൽ തിരിച്ചടിക്കും എന്ന വ്യക്തമായ സൂചന ഇ.പി. നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു. കാരണം പിണറായിയുടെ ഓരോ നീക്കവും ഇ.പി.ക്ക് ഹൃദ്യസ്ഥമായിരിക്കുന്നു. BJP-യിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ LDF കൺവീനറെ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തള്ളിപ്പറഞ്ഞത് ഇ.പി.യെ മാത്രമല്ല, മുന്നണിയെ തന്നെ ഞെട്ടിച്ചു. പ്രകാശ് ജാവദേക്കറെ ഇ.പി. കണ്ടതിൽ എന്താണ് തെറ്റെന്ന് മുഖ്യമന്ത്രി ചോദിച്ചതും ഞെട്ടിച്ചു. പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS KK രമയെ കാണാൻ പോയതുപോലെയായി കാര്യങ്ങൾ. നെയ്യാറ്റിൻകരയിൽ ഇടതുമുന്നണി പാടിത്തോൽക്കുകയും ചെയ്തു. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ വന്ന് കണ്ടതായി ഇ.പി. ജയരാജൻ വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചത് മുന്നണിക്ക് ക്ഷീണവുമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തള്ളിപ്പറഞ്ഞതോടെ ഇ.പി. മുന്നണി കൺവീനറായി ഇനി എത്ര നാൾ എന്ന ചോദ്യവും ഉയർന്നു. CPM സംഘടനാ രീതി കണിശമായി പിന്തുടർന്ന പിണറായി അത് ഉപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത്. ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി. ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും. ഇവിടെ പാർട്ടി തല ചർച്ച നടന്നിട്ടില്ല. പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് തനിക്ക് രക്ഷപ്പെടാനുള്ള പിണറായിയുടെ അടവായി കരുതുന്ന നേതാക്കളും CPM-ലുണ്ട്. CPM നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് BJP-യുടെ പ്രലോഭനത്തിൽ ഇ.പി. വീണത് പിണറായിക്ക് അറിയാമായിരുന്നു. ഇ.പി. വഴി BJP-യിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇലക്ഷന് തലേന്ന് മുന്നണിക്കാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്. LDF തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജന് മേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്നാണ് അവരുടെ അഭിപ്രായം. ഇതേ വികാരം CPM-ലെ പല നേതാക്കൾക്കുമുണ്ട്. വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവദേക്കർ വന്ന് കയറിയെന്നും തിരിച്ചയച്ചെന്നും ഉള്ള ഇ.പി.യുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല. ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനവുമായി കരാറിലായതും BJP-യും LDF-ഉം തമ്മിലാണ് ഇവിടെ ചിലയിടത്ത് മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും LDF-നുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്.